എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ തുടർന്നാണ് ഇന്നും സംസാരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോകളിലെല്ലാം വിവാഹത്തിൻ്റെ ഓരോ ഭാവങ്ങളെക്കുറിച്ചാണ് അനലൈസ് ചെയ്തിരുന്നത്. ഇന്ന് അതിൻ്റെ തന്നെ തുടർഭാഗമായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ദാമ്പത്യം ചിന്തിക്കുമ്പോൾ സുഖകരമായ ദാമ്പത്യം ലഭിക്കുമോ എന്ന് എങ്ങനെ നമുക്ക് ചിന്തിക്കാം? നമുക്ക് വിവാഹത്തിന് സ്ത്രീ പുരുഷന്മാരുടെ ജാതകം നമ്മുടെ കയ്യിലേക്ക് വരുന്നതായ സമയത്ത് ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് അവരുടെ 7, 8 അങ്ങനെയാണല്ലോ ആചാര്യന്മാരെല്ലാം പറയുന്നത്. പക്ഷേ അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ പോരാ. വ്യാഴചന്ദ്രന്മാരുടെ യോഗത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അതായത് ഇതുവരെ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ ഇത്രയും വർഷത്തെ 23 വർഷമായി ഞാൻ ഈ ജ്യോതിഷ രംഗത്ത് ഇരിക്കുന്നത്, പ്രാക്ടീസുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാലത്തെ എൻ്റെ അനുഭവം, ഈ അനുഭവത്തിൽ ഇപ്പോൾ വ്യാഴചന്ദ്രന്മാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. എന്തുകൊണ്ടെന്നാൽ 7-ൽ വ്യാഴചന്ദ്രന്മാർ നിൽക്കുകയാണ് എങ്കിൽ അവിടെ ഒരു കേസരി യോഗവും പറയണം. കൂടാതെ തന്നെ സുഖകരമായിരിക്കുന്ന, അതായത് നമുക്ക് ലൗകിക സുഖങ്ങൾക്കും അപ്പുറത്ത് ഇപ്പോൾ വിവാഹ ജീവിതം നയിക്കുന്നവർക്കൊരു അലൗകികമായിരിക്കുന്ന ഒരു ആനന്ദം ഉണ്ടായിരിക്കും. കാരണം നമ്മൾ സാധാരണ ഒരു പുരുഷൻ അവൻ കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ ഇപ്പം നമ്മുടെ ഒരു ഹിന്ദു ആചാരമനുസരിച്ച്, സംസ്കാരമനുസരിച്ച് നമ്മൾ അവനെ ഭഗവാൻ വിഷ്ണു ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ആ വീട്ടമ്മയെ നമ്മൾ ലക്ഷ്മിയായിട്ടാണ് കാണുന്നത്. അത്രയ്ക്ക് പവിത്രമാണ് കുടുംബജീവിതം. ഇന്നത് ഏത് രീതിയിലാണ് പോകുന്നതെന്ന് ഇന്നത്തെ നമ്മുടെ സാമൂഹിക അവസ്ഥ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അത്രയ്ക്ക് പവിത്രമായിരിക്കുന്നതാണ് കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം. ആ ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾക്ക് എല്ലാത്തിലും ഉപരി വ്യാഴചന്ദ്രന്മാർക്ക് പ്രാധാന്യമുണ്ട്. അത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മകരലഗ്നം നമുക്ക് എടുക്കാം. അപ്പോൾ 7 ചന്ദ്രനാണ് വരുന്നത്. ഇപ്പോൾ ചന്ദ്രൻ അവിടെ നിൽക്കുന്നു, വ്യാഴൻ അവിടെ ഉച്ചത്തിലും നിൽക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ പറയില്ലേ മാതൃകാ ദമ്പതികൾ, അതായത് ഉമാമഹേശ്വരന്മാരെ പോലെ, അല്ലെങ്കിൽ കൃഷ്ണനും രുക്മിണിയും പോലെ, രാമനും സീതയും പോലെ എന്ന് വെച്ചാൽ അവർക്ക് സുഖത്തിലും ദുഃഖത്തിലും അവർ ഒരുമിച്ചായിരിക്കും യാത്ര ചെയ്യുന്നത്. അതാണ് സുഖപ്രദമായിരിക്കുന്ന ദാമ്പത്യം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ആണ് ബുധനും ശുക്രനും. ഈ ലൗകിക ജീവിതത്തിൽ നമുക്ക് പ്രാധാന്യമുണ്ട്, വിവാഹ ജീവിതത്തിൽ നമുക്ക് പ്രാധാന്യമുണ്ട്. ഇപ്പൊ ശുക്രൻ, ഇപ്പോൾ 7-ൽ ശുക്രൻ നിന്നുകൊള്ളട്ടെ, അല്ലെങ്കിൽ ശുക്രൻ ഏതെങ്കിലും നല്ല രാശികളിൽ നിന്നുകൊള്ളട്ടെ. നല്ല രാശി എന്ന് പറയുമ്പോൾ മറ്റു രാശികളൊന്നും മോശമെന്നല്ല, നമ്മൾ പാപഗ്രഹങ്ങളുടെ രാശിയും ശുഭഗ്രഹങ്ങളുടെ രാശിയും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ മകരലഗ്നം നമുക്ക് എടുക്കാം. മകരലഗ്നം എടുക്കുമ്പോൾ 7-ാം ഭാവം ചന്ദ്രൻ ഉച്ചത്തിലാണ്. ഇപ്പോൾ കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തരയുമാണ് ഇടവൻ രാശിയിൽ വരുന്നത്. അവിടെ ചന്ദ്രൻ ഉച്ചത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന രാശിയാണ്. അവിടെ ശുക്രൻ അവിടെ സ്വക്ഷേത്ര ബലവാനായിട്ടും കൂടി ഉണ്ടെങ്കിൽ ചന്ദ്രനും ശുക്രനും കൂടി ഒരു യോഗമുണ്ട്. ഒരുപാട് ജാതകങ്ങൾ നമ്മൾ അങ്ങനെ കാണാറുണ്ട്. ഈ ജാതകക്കാർക്കും ഏറ്റവും സുഖപ്രദമായിരിക്കുന്ന ജീവിതമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ധനുലഗ്നം എടുക്കാം. ധനുരാശി ലഗ്നമായിട്ട് വന്നാൽ 7-ൽ, അതായത് മിഥുനൻ രാശിയിൽ ബുധൻ സ്ഥിതി ചെയ്യും. സ്വക്ഷേത്രത്തിലാണ് ബുധൻ 7-ഉം 10-ഉം വഹിച്ചിട്ട് അവിടെ ഒരു ഭദ്രയോഗമുണ്ട്. അവിടെ ഇപ്പോൾ ചന്ദ്രനോ അല്ലെങ്കിൽ ശുക്രനോ വ്യാഴമോ ഇവരിൽ ആരെങ്കിലും ഒന്ന് യോഗം ചെയ്തു കഴിഞ്ഞാലും ഇതുപോലെയുള്ളതായിരിക്കുന്ന സുഖപ്രദമായിരിക്കുന്ന ജീവിതം അവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ 7-ാം ഭാവമാണല്ലോ വിവാഹഭാവമായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്, കണക്കാക്കുന്നത്. അപ്പൊ 7-ല് പാപഗ്രഹങ്ങൾ നിന്നാൽ എന്തുപദേശമാണ് അങ്ങനെയുള്ള ജാതകക്കാർക്ക് നൽകുന്നത്? അത് നമുക്ക് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു ചോദ്യമാണിത്. കാരണം നമ്മുടെ മുന്നിൽ വരുന്നതായിരിക്കുന്ന ജാതകങ്ങൾ ശുദ്ധജാതകങ്ങളെക്കാളും കൂടുതലും പാപഗ്രഹങ്ങൾ 7-ലും 8-ലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന ജാതകങ്ങളാണ് നമ്മുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരോട് എനിക്ക് പറയാനുള്ളത്, പിന്നെ വേറെ ഒരു പ്രത്യേകിച്ച് ഒരു ഭാഗം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളൊരു പുരുഷന്റെ ജാതകം ചിന്തിക്കുമ്പോൾ എപ്പോഴും
ശുക്രനാണ് ആ പുരുഷ ജാതകത്തിന്റെ കാരകനായിട്ട് ശുക്രനെ വെച്ചിട്ട് വേണം നമ്മൾ ഫലം ചിന്തിക്കുവാൻ. സ്ത്രീയാണെങ്കിൽ നമ്മൾ ചൊവ്വയെ വെച്ചിട്ടാണ് ഫലം ചിന്തിക്കുന്നത്. ഇത്രയും കാലം നമ്മൾ ജാതകത്തിന്റെ ഫലമെല്ലാം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ശുക്രനെ മാത്രം വെച്ചിട്ടാണ്. സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മൾ ശുക്രനെ മാത്രമാണ് വഹിക്കുന്നത്. പക്ഷെ ഒരിക്കലും അരുത്, പുരുഷന് മാത്രമേ നമ്മൾ ശുക്രന്റെ സ്ഥിതിയോ യോഗമോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. സ്ത്രീക്കാണെങ്കിൽ നമ്മൾ ചൊവ്വയുടെ സ്ഥിതിയും യോഗവും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ജാതകം ചിന്തിക്കേണ്ടത്. ഇപ്പൊ എന്നോട് ചോദിച്ചതായിരിക്കുന്ന ചോദ്യം, 7ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് തന്നെ ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് ഒരു കുംഭലഗ്നം നമുക്ക് എടുക്കാം. അപ്പൊ ചിങ്ങൻ രാശിയിൽ ചൊവ്വ നിൽക്കുന്നു എന്ന് നമുക്ക് സങ്കല്പിക്കാം. അപ്പോ ചൊവ്വ നിൽക്കുമ്പോൾ അത് ഒരു പുരുഷ ജാതകമാണ് അല്ലെങ്കിൽ സ്ത്രീ ജാതകമാണ്, ആരുടെയെങ്കിലും ജാതകമാകട്ടെ. പക്ഷെ 7ൽ നിൽക്കുന്നത് ഒരു പാപഗ്രഹമാണ്. ആ കുംഭം രാശിക്കാരന്റെ 3ഉം 10ഉം ഭാവാധിപത്യം വഹിച്ചിട്ടുള്ളതായിരിക്കുന്ന ഗ്രഹമാണ് ചൊവ്വ. അത് ചിങ്ങൻ രാശിയിൽ പോയി സൂര്യക്ഷേത്രത്തിൽ പോയി നിൽക്കുന്നു. ഈ ചൊവ്വയ്ക്ക് രാശിചക്രത്തിലുള്ളതായിരിക്കുന്ന സ്ഥാനം കൂടി നമ്മൾ അനുമാനിക്കണം. രാശിചക്രത്തിലെ സർവ്വസൈന്യാധിപനാണ് ഈ ചൊവ്വ. ഈ ചൊവ്വ രാശിചക്രത്തിന്റെ രാജാവായിരിക്കുന്ന ചിങ്ങൻ രാശിയിൽ പോയി നിൽക്കുമ്പോൾ അവർ തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പോൾ ചൊവ്വ 7ൽ നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നു. ഈ പയ്യനിന് ജീവിതകാലം മുഴുവനും വിവാഹം കഴിക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നുമല്ല, അവന്റെ വിവാഹം നടക്കണം. പക്ഷെ അതിന് നമുക്ക് എന്താണ് ഒരു ഉപാധി എന്നുള്ളത്. അപ്പൊ എൻ്റെ അടുത്ത് സാധാരണ അച്ഛനമ്മമാരെ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കൾ വരുമ്പോൾ പിന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇപ്പൊ നമുക്ക് ജാതകത്തിൽ 7ലോ 8ലോ അല്ലെങ്കിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും പാപഗ്രഹങ്ങളെല്ലാം നിന്നുകൊള്ളട്ടെ. ഇപ്പോൾ ശനി നിൽക്കാം, ചൊവ്വ നിൽക്കാം, സൂര്യൻ നിൽക്കാം, രാഹുകേതുക്കൾ നിൽക്കാം, ഇവർക്കെല്ലാം നിൽക്കാം. പക്ഷെ ഇവരെ ഒരിക്കലും നമുക്ക് ആ രാശിയിൽ നിന്ന് എടുത്തു മാറ്റി വയ്ക്കുവാൻ ഇങ്ങേയറ്റം ബ്രഹ്മാവിന് പോലും കഴിയില്ല. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും അത് മനസ്സിലാക്കിയിരിക്കണം. ജാതകത്തിലുള്ളതായിരിക്കുന്ന പാപങ്ങളുടെയും ശുഭങ്ങളുടെയും സ്ഥിതി ഒരിക്കലും ഒരു ശാന്തിക്കാരനോ ഒരു ജ്യോത്സ്യർക്കോ ഒരിക്കലും മാറ്റാൻ കഴിയില്ല. അപ്പൊ സാധാരണ ഇന്ന് നമ്മളുടെ സംസ്കാരം അനുസരിച്ച് ഇപ്പൊ നമ്മളിത് നോക്കുമ്പോൾ ഏതെങ്കിലും പൂജകൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദോഷം മാറുമോ? ഒരിക്കലും നിങ്ങൾ കരുതണ്ട. നിങ്ങളുടെ പണം പോകാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പൊ നമുക്ക് ധനനഷ്ടം ഉണ്ടാകാം, പക്ഷെ നിങ്ങൾക്ക് നല്ല ഫലം കിട്ടില്ല. പക്ഷെ എന്നാൽ നമുക്ക് ധനനഷ്ടവും വേണ്ട, നമുക്ക് നല്ല ഫലവും കിട്ടണം. കാരണം നിങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം ഏത് ഗ്രഹമാണ് എൻ്റെ 7ാം ഭാവത്തിൽ നിൽക്കുന്നത്. ആര് വേണമെങ്കിലും നിന്നുകൊള്ളട്ടെ. ഇപ്പൊ ചൊവ്വ നിൽക്കുന്നു എന്ന് വിചാരിക്കാം. ചിങ്ങൻ രാശിയിലാണ് ചൊവ്വ നിൽക്കുന്നത് എങ്കിൽ അത് ഓജ രാശിയാണ്. ഇപ്പോൾ ഓജയുഗ്മ രാശികളിൽ ഓരോ ഗ്രഹങ്ങളും നിന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതേത് മൂർത്തികളെയാണ് ഏതേത് ദേവതകളെയാണ് നമ്മൾ കാണേണ്ടത് എന്ന് നമ്മൾ തന്ത്ര സമുച്ചയത്തിൽ നമ്മൾ വിശകലനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ ഞാൻ സാധാരണ ദേവപ്രശ്നം, താമ്പൂലം, അഷ്ടമം ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതായ സമയത്ത് നമ്മൾ ഈ ഗ്രഹങ്ങളെ വെച്ചുകൊണ്ടാണ് നമ്മൾ ദേവതകളെ ചിന്തിക്കുന്നത്. അപ്പോൾ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നതായിരിക്കുന്ന ചൊവ്വ എന്ന് പറയുന്നതായ ഗ്രഹത്തെ കൊണ്ട് നമ്മൾ സുബ്രഹ്മണ്യനെയാണ് കാണുന്നത്. അപ്പോൾ കുംഭലഗ്നത്തിൽ ജനിച്ചതായിരിക്കുന്ന ഒരു പുരുഷനാവട്ടെ ഒരു സ്ത്രീ ആവട്ടെ 7ൽ അതായത് ചിങ്ങൻ രാശിയിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ അവനായാലും അല്ലെങ്കിൽ ആ പെൺകുട്ടിക്കായാലും തീർച്ചയായിട്ടും സുബ്രഹ്മണ്യനെ ഭജിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ്. അത് ആ കുട്ടി അറിഞ്ഞിരിക്കണം. എൻ്റെ ജാതകത്തിൽ അല്ലെങ്കിൽ അച്ഛനമ്മമാർ അറിഞ്ഞിരിക്കണം ഈ ജാതകത്തിൽ ഇപ്രകാരത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾക്കിത് വലിയ ഇപ്പൊ നമ്മൾ ശാന്തിക്കാരോടൊക്കെ ചെന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? അവർ പറയും നമ്മളോട് 50,000-ഓ 1,00,000-ഓ രൂപ കൊണ്ടുവരും, ഞാൻ മാറ്റും. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒന്നും കൊടുക്കരുത്. ഒരിക്കലും ആ ദോഷം മാറില്ല. പക്ഷെ അതിന് വിധിക്കപ്പെട്ടതായിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ചെറിയ ഏതെങ്കിലും പുഷ്പാഞ്ജലിയോ അല്ലെ ത്രിമധുരമോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. അത് കൂടാതെ തന്നെ നമുക്ക് ഓരോ ഗ്രഹങ്ങളുടെയും അതിദേവതയെ പ്രസാദിപ്പിക്കുന്നതിന് നമുക്ക് നാമജപമാണ് ഏറ്റവും നമുക്ക് പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ 7ൽ ഇപ്പൊ ഞാൻ ചൊവ്വയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. സൂര്യനായാലും ശനിയായാലും രാഹുകേതുക്കളായാലും അവർക്ക് വിധിക്കപ്പെട്ടതായിരിക്കുന്ന ഓരോ രാശിയിലും വിധിക്കപ്പെട്ടതായിരിക്കുന്ന ദേവതകളുണ്ട്. അപ്പൊ
നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഈ നമ്പർ തരുന്നത് നിങ്ങൾക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുന്നതിന് വേണ്ടിയാണ്. എപ്പോൾ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിലും ആ കോള് കാണുകയാണെങ്കിൽ അത് വാട്സപ്പ് നമ്പർ തന്നെയാണ്. വാട്സപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് ഏത് രൂപത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഉപദേശം തരുന്നതിന് നമുക്ക് യാതൊരു മടിയുമില്ല. ഇതെന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് നമ്മൾ ധൈര്യമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ അച്ഛൻ തന്നെയാണെങ്കിലും ഒരുപാട് വർഷകാലം ക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായിട്ടും പ്രതിഷ്ഠകൾക്കും ഒക്കെ ആയിട്ട് പൂജാരിയായിട്ട് ജീവിച്ചിരുന്നു, ജ്യോതിഷവും കൈകാര്യം ചെയ്തിരുന്നതായ ഒരു വ്യക്തിയുടെ മകളും കൂടി എന്നുള്ള നിലയ്ക്കാണ് ഞാനിത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട്, ഇപ്പൊ നമ്മൾ കോളേജിലൊക്കെ നമ്മൾ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപികയാണ്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന ഒരു മേഖലയാണ് ജ്യോതിശാസ്ത്രം. അപ്പൊ അച്ഛനിൽ നിന്നും പകർന്നു അച്ഛൻ തന്നിരിക്കുന്ന ഉപദേശം ഇന്നത്തെ ശാന്തിക്കാരോടും ജ്യോത്സ്യന്മാരോടും എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത്. ഇന്നൊരു പൂജ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിനുള്ളതായിരിക്കുന്ന റേറ്റ് ആദ്യം തന്നെ പറയും. ഇന്ന പൂജയ്ക്ക് ഇത്ര രൂപ. എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ അച്ഛൻ തന്ന ആകെയുള്ള ഉപദേശം, ഒരിക്കലും നമ്മൾ ഇപ്രകാരത്തിലുള്ളതായ വിദ്യ പകർന്നു കൊടുക്കുമ്പോൾ അല്ലെ നോക്കി കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ദക്ഷിണ ചോദിച്ചു വാങ്ങരുത്. അവർക്ക് എന്ത് നമുക്ക് തരാൻ കഴിയുമോ അത് നമ്മൾ അവരുടെ ആയിരിക്കുന്ന ജീവിതത്തെയും കൂടി വിലയിരുത്തിയിട്ട് മാത്രം. ഇപ്പൊ സാമ്പത്തിക കുറവുള്ളവരാണ് നമ്മുടെ മുന്നിൽ വരുന്നതെങ്കിൽ അതിനനുസരിച്ച് മാത്രമേ, ചിലപ്പോൾ അവർക്കൊന്നും വാങ്ങണ്ട എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെയുമാകാം. പക്ഷെ അതുകൊണ്ട് നമുക്ക് യാതൊരു ദോഷവും സംഭവിക്കുന്നില്ല. അപ്പൊ ഞങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോകളെല്ലാം ചെയ്യുന്നതും ഞങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കുന്ന അറിവ് നമ്മളുടെ മുന്നിൽ വരുന്നവർക്കും ഇപ്പൊ ഈ ചാനൽ കാണുന്നതായിരിക്കുന്ന നിങ്ങൾക്കും ഉപകാരപ്രദമായിക്കൊള്ളട്ടെ, വരും തലമുറയ്ക്കും എന്ന് കരുതി നമ്മളിത് നിർദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു സംശയം ടീച്ചറെ, ഇപ്പോ 7 പാപഗ്രഹം നിൽക്കുന്നു, അവർക്കും നല്ല ദാമ്പത്യം ഉണ്ടാകും എന്നല്ലേ നമ്മൾക്ക് ഒരു ഉപദേശം കൊടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. കാരണം ഈ പാവന്മാരെ എവിടെയെങ്കിലും നിൽക്കട്ടെ. ഇപ്പൊ ശനി അതിനിപ്പം നിൽക്കുന്നതെന്ന് വെച്ചാൽ 2.5 വർഷം കൂടുമ്പോൾ ശനി ഓരോ രാശി മാറും. ശനി ഓരോ രാശി മാറുമ്പോൾ ഈ 12 രാശിയിലല്ലേ ശനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ചൊവ്വ, സൂര്യൻ ഇവരൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളാണ്. അവരേത് രാശിയിൽ വേണമെങ്കിലും നിന്നുകൊള്ളട്ടെ. പക്ഷെ ഇപ്പൊ പുരുഷനെ, അതുകൊണ്ടാണ് ഞാൻ പുരുഷനും സ്ത്രീക്കും വേറെ വേറെ ഭാവങ്ങളും ഗ്രഹങ്ങളും വെച്ചിട്ട് വേണം ചിന്തിക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പുരുഷ ജാതകത്തിലാണ് 7-ലോ 8-ലോ പാവന്മാര് നിന്നുകൊള്ളട്ടെ, അവർക്കൊരിക്കലും നല്ല ദാമ്പത്യമില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആ പുരുഷന്റെ കർമ്മത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഇപ്പൊ അവൻ ചെയ്യുന്നതായിരിക്കുന്ന കർമ്മം, ആചാരം, ഇപ്പൊ കുലാചാരം അനുസരിച്ച് ജീവിക്കുന്നതായിരിക്കുന്ന ഒരു പുരുഷൻ. ഇപ്പൊ നമ്മള് സാധാരണ ഇപ്പൊ എന്നോടൊക്കെ ചോദിക്കാറുണ്ട്, ടീച്ചറെ എൻ്റെ ഹസ്ബൻഡിനെ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ പരസ്ത്രീ ബന്ധമുണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് വരുന്ന കസ്റ്റമേഴ്സൊക്കെ. കാരണം ഈ പാപഗ്രഹങ്ങളൊക്കെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ചാഞ്ചാട്ടമൊക്കെ ഉണ്ടാകാമെന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, നല്ലൊരു ആചാരം, സമൂഹത്തിനോട് നമുക്ക് സ്നേഹവും ബഹുമാനവും പേടിയും ഉണ്ടെങ്കിൽ നമുക്ക് അപ്രകാരമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ വിധിക്കപ്പെട്ടതായിരിക്കുന്ന ഈ ഗ്രഹങ്ങളുടെ അതിദേവതയെയും കൂടി നമ്മൾ പ്രസാദിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുരുഷ ജാതകത്തിന് ഇപ്പോൾ പാപഗ്രഹങ്ങൾ 7-ൽ നിന്നുകൊള്ളട്ടെ അല്ലെ സ്ത്രീക്ക് നിന്നുകൊള്ളട്ടെ, പക്ഷെ അവൾ അറിഞ്ഞിരിക്കണം എൻ്റെ 7-ാം ഭാവം ഇങ്ങനെയാണ്, 8-ാം ഭാവം ഇങ്ങനെയാണെന്നെല്ലാം അവർ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ച്. കാരണം ഞാൻ എപ്പോഴും നിങ്ങളോട് ഓരോ വീഡിയോയിലും പറയും, ജ്യോതിഷം എന്ന് പറയുന്നത് നമുക്ക് ഒന്നിനെയും മാറ്റിമറിക്കുവാനല്ല കഴിയുന്നത്, നല്ല ഡയറക്ഷൻ കൊടുക്കാൻ കഴിയും. ഈ വഴിയിലൂടെ പോയാൽ നിങ്ങൾക്ക് ദോഷമെന്നിരിക്കെ നിങ്ങൾ അപ്പുറത്തെ വഴിയിലൂടെ പോവുകയാണെങ്കിൽ അതിനെ നമുക്ക് മാറ്റിമറിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ വിധിക്കപ്പെട്ടതായിരിക്കുന്ന ദേവതയെ നമ്മൾ പ്രസാദിപ്പിക്കുക, നല്ല ആചാരം, ബഹുമാനം ഇതിനോടനുസരിച്ച്. പിന്നെ നമുക്ക് എപ്പോഴും ഇന്നത്തെ ഒരു ട്രെൻഡും കൂടി ഞാൻ ഈ വീഡിയോ കാണുന്നവരോട് പറയാം, സമൂഹത്തിനെ നമ്മൾ എപ്പോഴും ഭയക്കുക തന്നെ ചെയ്യണം. സമൂഹത്തിന് ഭയക്കാൻ നമ്മളെ ആരും വന്ന് ഉപദ്രവിച്ചിട്ടില്ല. നമ്മൾ മനുഷ്യജന്മമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജന്മമാണ് മനുഷ്യജന്മം, വിശേഷ ബുദ്ധിയുള്ളത്. ആ വിശേഷ ബുദ്ധി ഒരിക്കലും നമ്മൾ കളയരുത്, പാഴാക്കി കളയാൻ പാടുള്ളതല്ല. അപ്പൊ സമൂഹത്തെ നമ്മൾ പേടിക്കേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ നിയമസംഹിതയെ നമ്മൾ ബഹുമാനിക്കുകയും
ഭയക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും വേണം.